നമ്മളിനി പഠിക്കാൻ പോകുന്നത് നോർത്തേൺ മൗണ്ടൈൻസിൻ്റെ തേർഡ് ക്ലാസിഫിക്കേഷനാണ്. ബേസ്ഡ് ഓൺ റീജണൽ ആണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹിമാലയം ഏതൊക്കെ ഭാഗത്തു കൂടിയാണ് പോകുന്നത് എന്നനുസരിച്ചിട്ടാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. അതായത് ഹിമാലയത്തിൻ്റെ പ്രദേശങ്ങൾ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്ത് വച്ചിരിക്കുന്നത് കാശ്മീർ ഹിമാലയാസ്, പിന്നെ ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയാസ്, സിക്കിം ഡാർജിലിംഗ് ഹിമാലയാസ്, അരുണാചൽ ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിൽസ് ആൻഡ് മൗണ്ടൈൻസ്. ഇതൊക്കെയാണ് 5 ക്ലാസിഫിക്കേഷൻസ്. കാരക്കോരം, ലഡാക്ക്, സസ്കർ, പീർ പഞ്ചാൽ തുടങ്ങിയ മൗണ്ടൈനസ് റീജിയൻസൊക്കെ ഈ പ്രദേശത്താണ് വരുന്നത്. ഇന്ത്യയുടെ തണുത്ത മരുഭൂമി അല്ലെങ്കിൽ കോൾഡ് ഡെസേർട്ട് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന ലഡാക്ക് ഗ്രേറ്റർ ഹിമാലയാസിനും കാരക്കോരം റേഞ്ചിൻ്റെയും ഇടയിലാണ് വരുന്നത്. ഗ്രേറ്റർ ഹിമാലയാസിനും പീർ പഞ്ചാൽ റേഞ്ചിനും ഇടയ്ക്കാണ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള വാലി ഓഫ് കാശ്മീരും ദാൽ ലേക്കും വരുന്നത്. പ്രധാനപ്പെട്ട ഗ്ലേഷ്യേഴ്സ്, ഹിമാനികൾ ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നത് സിയാച്ചിനും ബാൾട്ടോറോ ഗ്ലേഷ്യേഴ്സുമാണ്. പിന്നെ ഹിമാലയത്തിൻ്റെ കരേവ ഫോർമേഷൻ, ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുങ്കുമപ്പൂവിൻ്റെ തന്നെ പ്രാദേശിക ഇനമായ സഫ്രാൻ കൃഷിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോർമേഷനാണ് കരേവ ഫോർമേഷൻ. അത് ഈ കാശ്മീർ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചുരങ്ങൾ, ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ചുരങ്ങളാണ് ഗ്രേറ്റ് ഹിമാലയത്തിലെ സോജില, പീർ പഞ്ചാലിലെ ബനിഹാൽ, സസ്കറിലെ ഫോട്ടോല, ലഡാക്ക് പർവ്വതനിരയിലെ ഖർദുംഗ്ല. ഈ പ്രദേശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പുതിയ തടാകങ്ങളാണ് ഡാൽ ലേക്കും വൂളാർ ലേക്കും. അതുപോലെ തന്നെ ഈ ഏരിയയിലെ പ്രധാനപ്പെട്ട ഉപ്പുവെള്ള തടാകങ്ങളാണ് പാങ്കോങ് സോയും സോ മോറേരി. ഇൻഡസ് നദിയും അതിൻ്റെ പോഷക നദികളായ ഝലവും ചെനാബുമാണ് ഈ പ്രദേശത്ത് കൂടുതലായിട്ടും ഒഴുകുന്നത്. പിന്നെ കാശ്മീർ വാലിയിലുള്ള ഝലം എന്ന നദി അതിൻ്റെ യൗവനഘട്ടത്തിലാണ്. എന്നിട്ടും അതിൽ കുറേ വളവുകളും മിയാൻഡേഴ്സൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അതിൻ്റെ മുതിർന്ന ഘട്ടങ്ങളിൽ വരുന്നതാണ്. പക്ഷേ കാശ്മീർ വാലിയിലൂടെ ഒഴുകുന്ന ഈ ഝലം നദിക്ക് യൗവനഘട്ടത്തിലാണെങ്കിൽ പോലും അവിടെ വളവുകളാണ് വന്നിരിക്കുന്നത്. ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ തലസ്ഥാനമായ ശ്രീനഗർ ജലം റിവറിൻ്റെ സൈഡിലായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കുറച്ച് തീർത്ഥാടന കേന്ദ്രങ്ങൾ ഈ ഭാഗത്തുള്ളത് വൈഷ്ണോ ദേവി, ചറാറി ഷെറീഫ്, അമർനാഥ് കേവ്, ഇതൊക്കെയാണ്. ഈ റീജിയൻ്റെ സദേൺ മോസ്റ്റ്, അതായത് തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നത് കുറച്ച് അതിനെയാണ് വാലീസിനെയാണ് ഡ്യൂൺസ് എന്നറിയപ്പെടുന്നത്. ജമ്മു ഡ്യൂൺസും പത്താൻകോട്ട് ഡ്യൂൺസുമാണ് ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഉള്ള ഡ്യൂൺസ്. അതായത് അടുത്ത നമുക്ക് ക്ലാസിഫിക്കേഷനിൽ വരുന്നത് ഹിമാചൽ ആൻഡ് ദ ഉത്തരാഖണ്ഡ് ഹിമാലയാസ് ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കാളി നദിക്കും പിന്നെ രവി നദിക്കും ഇടയിലായിട്ടാണ്. അതായത് ഗാംഗ്രയുടെ പോഷക നദിയാണ് കാളി. അതിനും പിന്നെ രവി നദി വരുന്നത് വെസ്റ്റ് ഭാഗത്താണ്. ഈസ്റ്റ് ഭാഗത്ത് കാളി നദിയും വെസ്റ്റ് ഭാഗത്ത് രവി നദിയാണ്. ഇതിൻ്റെ ഇടയിലായിട്ടാണ് ഹിമാചൽ ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയാസ് വരുന്നത്. ഇവിടുത്തെ ഏറ്റവും 2 മെയിൻ റിവേഴ്സ് വരുന്നത് ഒന്ന് ഇൻഡസും ഒന്ന് ഗംഗയാണ്. മേജർ റിവേഴ്സ് യമുന, ഗാംഗ്ര ആർ ട്രിബ്യൂട്ടറീസ് ഓഫ് ഗംഗ. യമുനയും പിന്നെ ഗാംഗ്ര ഗംഗയുടെ ട്രിബ്യൂട്ടറി ആയ ഗാംഗ്രയും രവി, ബീസ്, സട്ലജ് ഇതൊക്കെയാണ് വരുന്നത്. കോൾഡ് ഡെസേർട്ട് എന്നറിയപ്പെടുന്ന ലഡാക്ക്, ലാഹൗൾ, സ്പിതി എന്നീ 2 സബ് ഡിവിഷൻസിൽ സ്പിതി സബ് ഡിവിഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയത്തിൻ്റെ 2 ഡിവിഷൻസാണ് ലാഹോളും സ്പിതിയും. ഈ ഏരിയയിലാണ് ഹിമാലയത്തിൻ്റെ 3 ശ്രേണികളും വരുന്നത്. ഗ്രേറ്റ് ഹിമാലയൻ പർവ്വതനിരകളും ലെസർ ഹിമാലയവും പിന്നെ ശിവാലിക് പർവ്വതനിരകളും ഒക്കെ വരുന്നത് ഈ പ്രദേശത്താണ്. കാസൗളി, ആൽമോറ, ലൻസോണി
ആൻഡ് റണിഖിത്. ഇതൊക്കെയാണ് മേജർ ഹിൽ സ്റ്റേഷൻസും ഹെൽത്ത് റിസോർട്ട്സും ഒക്കെ ലോവർ ഹിമാലയാസിലുള്ളത്. ഇതൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. ഈ കാണുന്നതൊക്കെയാണ് മേജർ ഹിൽ സ്റ്റേഷൻസ് വരുന്നത്. അതിൻ്റെ ഒന്ന് ധരംശാല ഹിമാചൽ പ്രദേശിൽ, ഷിംല ഹിമാചൽ പ്രദേശിൽ, കസൗളി ഹിമാചൽ പ്രദേശിൽ, മുസൂറി, റാണിക്കേത്, അൽമോറ, കയോസാനി, ലാൻസൺ ഇതൊക്കെ ഉത്തരാഖണ്ഡിലാണ് വരുന്നത്. ഈ പ്രദേശത്തിൻ്റെ 2 സവിശേഷതകളാണ് ശിവാലിക്കും ഡ്യൂൺ ഫോർമേഷൻസും. ഈ പ്രദേശത്തെ ഡ്യൂൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് നലഗർ ഡ്യൂൺ, അത് ഹിമാചൽ പ്രദേശിൽ, ഹരിക്കെ ഡ്യൂൺ ഉത്തരാഖണ്ഡിൽ, കോട്ട ഡ്യൂൺ ഉത്തരാഖണ്ഡിൽ, ഡെറാഡ്യൂൺ ഉത്തരാഖണ്ഡിൽ. 35-45 കിലോമീറ്റർ നീളവും 22-25 കിലോമീറ്ററിനിടയ്ക്ക് വീതിയുമുള്ള ഇതാണ് ഡ്യൂൺസ് വരുന്നത്. അതാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡ്യൂൺ. പിന്നെ ഈ ഭോട്ടിയാസ് എന്ന് പറഞ്ഞ ആൾക്കാർ, ആ വിഭാഗത്തിലുള്ള ആൾക്കാരാണ് ഗ്രേറ്റ് ഹിമാലയൻ റേഞ്ചസിൽ ജീവിക്കുന്നത്. പിന്നെ ഈ വേനൽക്കാലത്ത് ബ്യൂഗൽ, അതായത് ഉയർന്ന പ്രദേശങ്ങളിലെ വേനൽക്കാല ഗ്ലാസ് ലാൻഡുകളിലേക്ക് കുടിയേറുകയും ശൈത്യകാലത്ത് ഈ താഴ്വരകളിലേക്ക് മടങ്ങി വരുന്ന ഒരു നാടോടി ഗ്രൂപ്പുകളാണ് ബ്യൂഗൽ എന്ന് പറഞ്ഞത്. പിന്നെ ഈ ഏരിയനെ, ഉത്തരാഖണ്ഡിനെ വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ പ്രദേശത്ത് ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങൾ വരുന്നുണ്ട്. യമുനോത്രി, ഗംഗോത്രി ഒക്കെ വരുന്നത് ഈ പ്രദേശത്താണ്. പിന്നെ ഹേമകുണ്ട് സാഹിബ്, ബദ്രിനാഥ്, കേദാർനാഥ് റിവേഴ്സും ഈ ഉത്തരാഖണ്ഡിലാണ് വരുന്നത്. ബദ്രിനാഥ് സ്ഥിതി ചെയ്യുന്നത് അളകനന്ദയിലും കേദാർനാഥ് സ്ഥിതി ചെയ്യുന്നത് മന്ദാകിനി റിവർ ബാങ്കിലുമാണ്. 5 വെൽ നോൺ പ്രയാഗ്സ്, പഞ്ചപ്രയാഗ് എന്ന് പറയുന്നത് വരുന്നത് ഈ പ്രദേശത്താണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള പോർഷൻ ഡാർജിലിംഗ് ആൻഡ് സിക്കിം ഹിമാലയാസിനെ കുറിച്ചാണ്. അതിൻ്റെ ബോർഡേഴ്സ് വരുന്നത് കിഴക്കു ഭാഗത്ത് ഭൂട്ടാനും വെസ്റ്റ് ഭാഗത്ത്, അതായത് പടിഞ്ഞാറ് ഭാഗത്ത് നേപ്പാളുമാണ് വരുന്നത്. പക്ഷേ ഇത് വളരെ ചെറിയൊരു സൈസാണ്. അതായത് ഈ പറഞ്ഞ റീജിയൺസിലെ ഏറ്റവും ചെറിയ സൈസ് വരുന്നത് ഡാർജിലിംഗ് ആൻഡ് സിക്കിം ഹിമാലയസ് ആണെങ്കിൽ പോലും ഇത് ഹിമാലയത്തിൻ്റെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പോണൻ്റാണ്. ഈ റേഞ്ചിൽ ടീസ്റ്റ എന്ന് പറഞ്ഞ റിവറാണ് മെയിനായിട്ടുള്ളത്. പിന്നെ കാഞ്ചൻജംഗ ഈ ഭാഗത്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് അങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ഏരിയാസൊക്കെ ഈ ഭാഗത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലെ ഒരു മേജർ ഹിൽ സ്റ്റേഷനായ ഡാർജിലിങ്ങും ഈ ഭാഗത്താണ് വരുന്നത്. ട്രൈബ്സ് ഓഫ് ലെച്ച അല്ലെങ്കിൽ ലെച്ച എന്ന് പറഞ്ഞ വിഭാഗത്തിലുള്ള ആൾക്കാരാണ് ഈ ഭാഗത്ത് കൂടുതലായിട്ടും താമസിക്കുന്നത്. പിന്നെ ബ്രിട്ടീഷുകാർ ഈ ഏരിയയിലാണ് കൂടുതലായിട്ടും പണ്ട് ടീ പ്ലാന്റേഷൻസൊക്കെ വെച്ചിരുന്നത്. കാരണം അവിടുത്തെ ഒരു ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അവിടെ ഭൂമിയുടെ രീതി ഇതിന് ഫേവറബിൾ ആയതുകൊണ്ടാണ്. അതായത് മോഡറേറ്റ് സ്ലോപ്പാണ്, അതുപോലെ തിക്ക് കവർ സോയിലാണ്, നല്ല ഓർഗാനിക് കണ്ടൻ്റ് ഉള്ള സോയിലാണ്, വളം കൂടുതലുള്ള മണ്ണാണ്. അതുപോലെ തന്നെ ഒരേ അളവിൽ തന്നെയാണ് അവിടെ മഴ എല്ലാ വർഷം ഫുള്ള് കിട്ടുന്നത്. പിന്നെ തണുപ്പുള്ള ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഇത് ടീ പ്ലാന്റേഷന് ഏറ്റവും നല്ല ഒരു ക്ലൈമറ്റാണ്. ഹിമാലയത്തിലെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് അരുണാചൽ ഹിമാലയത്തിനൊപ്പം ഇവയും ശിവാലിക് രൂപങ്ങളുടെ അഭാവം കൊണ്ട് ശ്രദ്ധേയമാണ്. ഈ ഭാഗത്ത് ശിവാലിക് ലാൻഡ് ഫോംസ് ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ അതിന് പകരമായിട്ട് ഇവിടെയുള്ളത് ദുവാർ ഫോർമേഷൻസ് ആണ്. ഈ ദുവാർ ഫോർമേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ടീ ഗാർഡൻസ് അല്ലെങ്കിൽ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് വളരെ അനുയോജ്യമായ ഒരു ജൈവ രീതിയാണുള്ളത്, സാഹചര്യങ്ങളാണ് ഉള്ളത്. അരുണാചൽ ഹിമാലയം ആണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അരുണാചൽ ഹിമാലയാസ് ദീസ് സ്ട്രെച്ച് ഫ്രം ദി ഈസ്റ്റേൺ ഹിമാലയൻ റീജിയൻ ഓഫ് ഭൂട്ടാൻ ടു ദ ഈസ്റ്റേൺ ഡിഫു പാസ്. അതായത് ഈസ്റ്റേൺ ഭൂട്ടാൻ്റെ ഈസ്റ്റേൺ ഭാഗം തൊട്ട് ഡിഫു പാസിൻ്റെ ഈസ്റ്റേൺ രീതി വരെയാണ് ഇത് ഉള്ളത്. ഈ മൗണ്ടെയിൻ റേഞ്ച് സൗത്ത് വെസ്റ്റ് മുതൽ നോർത്ത് ഈസ്റ്റ് വരെയാണ് ഉള്ളത്. നാംച, ബർവ ആൻഡ് കങ്തു ആർ ദ സിഗ്നിഫിക്കൻറ്റ് മൗണ്ടെയിൻ പീക്സ് ഇൻ ദിസ് ഏരിയ. ഈ ഭാഗത്തു കൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട ഒരു നദിയാണ് ബ്രഹ്മപുത്ര. അത് നാംച ബർവനെ ക്രോസ് ചെയ്തിട്ട് ഒരു സ്റ്റീപ്പ് വാലി കൂടിയാണ് ഒഴുകുന്നത്. ഈ ഭാഗത്തുള്ള പ്രധാന നദികൾ കാമെങ്, സുബാൻസിരി, ഡിഹാങ്, ദിപാങ്, ലോഹിത് ഇതൊക്കെയാണ്. ഈ ഭാഗത്തുള്ള ആദിവാസി വംശങ്ങളാണ് മോൻപ, അബോർ, മിഷ്മി, നെയ്ഷി, നാഗ. ഈ വിഭാഗം ആൾക്കാരാണ് ഈ ഭാഗത്ത് താമസിക്കുന്നത്.
ഈ കൂടുതൽ ഈ പറഞ്ഞ സിഗ്നിഫിക്കൻറ്റ് റിവേഴ്സൊക്കെ ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഒന്ന് ബ്രഹ്മപുത്ര, പിന്നെ കാമാങ്, സുബാൻഷി, ദിഹാങ്, ദിബാങ്, ലോഹിത്, ഇതൊക്കെയാണ് അവിടെ കൂടെ ഒഴുകുന്ന നദികൾ. ഈ ട്രൈബൽ ഗ്രൂപ്പ്സിലുള്ള ആൾക്കാർ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ഒരു കൃഷി രീതിയാണ് ജുമ്മിങ് മെത്തേഡ്, അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് മെത്തേഡ്, അല്ലെങ്കിൽ സ്ലാഷ് ആൻഡ് ബേൺ ഫാമിംഗ്. ഇതിൻ്റെ പേരെന്താ, ഇതെന്തുകൊണ്ടാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നു, അവിടുത്തെ എന്താ പറയുക കാട് ക്ലിയർ ചെയ്യുന്നു, അവിടെ കത്തിച്ച് അവിടെ അത് കഴിഞ്ഞ് കൃഷി ചെയ്യുന്നു. അങ്ങനെ കൃഷി ചെയ്തതിന് ശേഷം പിന്നെ വേറൊരു സ്ഥലത്തേക്ക് മാറി ചെയ്യുന്നു. അങ്ങനെ മാറി പോകുന്നു. അതായത് സ്ഥിരമായിട്ടൊരു സ്ഥലമല്ല അവർ യൂസ് ചെയ്യുക, മാറി ചെയ്യുന്ന ഒരു രീതിയാണ്. പിന്നെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര പരുക്കൻ പ്രദേശമാണ്, അതായത് ഒരു സ്മൂത്ത് മെത്തേഡല്ല. അതുകൊണ്ട് തന്നെ അവിടെ പല സ്ഥലത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ളൊരു ഗതാഗത സംവിധാനം വളരെയധികം കുറവാണ്. നെക്സ്റ്റ് പോർഷൻ ഈസ്റ്റേൺ ഹിൽസ് ആൻഡ് മൗണ്ടെയ്ൻസ് ആണ്. ഈ ഭാഗത്തിൻ്റെ പൊതുവായ രീതി വടക്ക് നിന്ന് തെക്ക് ദിശയിലേക്കാണ്. ഇവിടെ വിവിധ പ്രാദേശിക പേരിലുള്ള ആൾക്കാരാണ് താമസിക്കുന്നത്, ഹില്ലുകളുടെ പേര് വരുന്നത്. അത് നോർത്തിൽ പാട്കായി ഭൂം എന്നാണ്, മണിപ്പൂർ ഹിൽസ്, നാഗ ഹിൽസ്, മീസോ ഓർ ലുഷായ് ഹിൽസ് എന്നാണ് സൗത്തിൽ പറയുന്ന പേര്. ഇവിടെ ഇത് താഴ്ന്ന ഒരു മലമ്പ്രദേശമാണ്. അവിടെ പല ടൈപ്പ് ആൾക്കാർ ഈ ജും രീതിയിൽ കൃഷി ചെയ്യുന്ന ഗോത്രവർഗ്ഗക്കാരാണ് താമസിക്കുന്നത്.